നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ആ ജോലി തുടരുക തന്നെ ചെയ്യുക. ആ ജോലിയിൽ ആരെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് വകവയ്ക്കാതിരിക്കുക. നീ എൻ്റെ പേഴ്സിൽ നിന്ന് 100 രൂപ എടുത്തോ? ഞാൻ പറയുന്നത് കേട്ട് ഈ നാട് രക്ഷപ്പെടണമെന്നില്ല. പക്ഷേ എനിക്ക് 10 വ്യൂസിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടും. ഏത് പാതിരാത്രിയിലും കടം ചെന്ന് ചോദിക്കാൻ മനസ്സുള്ളവരാണോ നിങ്ങൾ? കടം തന്നവർ പണം ചോദിച്ച് തിരികെ വരുമ്പോൾ ഏതു പാതാളത്തിലും ഒളിച്ചിരിക്കാനുള്ള മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ കുറേ എക്സ്പ്രഷൻ ഉണ്ട്. എൻ്റെ അമ്മ അടിപൊളി, ഇത് 100% കറക്റ്റാണ്. ഈ എക്സ്പ്രഷനുകളാണ് എന്നെ മോട്ടിവേഷൻ ചെയ്യാനുള്ളൊരു ത്വര ഉണ്ടാക്കുന്നത്. നിങ്ങൾ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണോ? മയിലിലെ ഉറുമ്പേ എൻ്റെ സ്വാതന്ത്ര്യം നിനക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കുടുംബം മൊത്തം കത്തിച്ചോളെ. നിങ്ങൾ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണോ? എങ്കിൽ നിങ്ങൾ ശത്രുക്കളെ വിളിച്ചു വരുത്തും. പക്ഷേ നിങ്ങൾ ശാന്തമായ ഒരു ജീവിതം നയിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതം സുഖകരമായിരിക്കും. ഇത് എന്തൊരു ബഹളമായത്. അങ്ങോട്ട് ഞാൻ വരട്ടെ, എല്ലാത്തിനും നട്ടല് ഞാൻ ചവിട്ടി ഓടിക്കും. എന്തോ പരിപാടി? എല്ലാവരെയും മോട്ടിവേഷൻ ചെയ്തൊന്ന് നന്നാക്കാന്ന് വിചാരിച്ചു. കൊള്ളാം, നിങ്ങൾക്ക് പറ്റിയ പരിപാടിയാ. എൻ്റെ പൊന്നു മനുഷ്യ, ആ സമയം കൊണ്ട് കൺട്രാക്ടിന് വിളിച്ചിട്ട് ജോലിക്ക് വരട്ടെ എന്ന് ചോദിച്ചു. അയ്യോ, കൺട്രാക്ടിന് മുമ്പ് ഞാൻ പോകത്തില്ല, അങ്ങനെ തന്നെ കൊല്ലും. അതെന്തിന്? കൂടെ പണിയുന്നവരെല്ലാം മോട്ടിവേഷൻ ചെയ്ത് ഞാനങ്ങ് നേരെയാക്കി. അവരാരും ഇപ്പോൾ പണിക്ക് പോകുന്നില്ല. അവർക്കും ഇപ്പോൾ ഇതൊക്കെ തന്നെ പണി.